ഹായ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓർഗാനിക് ഫുഡ് അന്വേഷിക്കുമ്പോൾ എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരാളുണ്ട്. സ്വന്തം കൈകൊണ്ട് പച്ചക്കറി വളർത്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരാൾ. ഇപ്പോഴും പഴയകാല ജീവിതശൈലി പാലിക്കുന്ന ഒരാളാണ് സർ. സാറിന്റെ പേര് ബാബു എന്നാണ്. സാർ ഒരു പഴയ അധ്യാപകനും കൂടെയാണ്. ഇതൊരിക്കലും ഒരു ഹോബിയല്ല. സർ അത്രയും ഇഷ്ടപ്പെട്ട് പരിപാലിച്ച് വളർത്തുന്ന കൃഷിയാണ്. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക പച്ചക്കറികൾ അവിടെ തന്നെ ഉണ്ട്. ചീര, കപ്പ, പിന്നെ മത്തൻ, വെണ്ട, വെള്ളരി, പാവയ്ക്ക, കോവയ്ക്ക, ചേമ്പ്, കാച്ചില്, തക്കാളി, പയറ്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ളതും അവിടെ ഉണ്ട്. കൂടാതെ സ്വന്തമായിട്ട് കുളത്തിൽ മീനെ വളർത്തുന്നുണ്ട്. ഇത് കൂടാണ്ട് നെല്ലും കാര്യങ്ങളും ഒരുപാട് കൃഷി സാധനങ്ങൾ അവിടെ ഉണ്ട്. എനിക്ക് ഇവിടെ ഇന്നിപ്പോൾ ചീര മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഞാൻ ചീര വാങ്ങാൻ പോയതാണ്. അയൽക്കാരനായതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ പച്ചക്കറികളൊക്കെ വാങ്ങുന്നത്. ചിലപ്പോൾ പൈസ കൊടുത്തും വാങ്ങും, ചിലപ്പോൾ സ്നേഹത്തോടെ, കൂടുതൽ സ്നേഹത്തോടെ കേട്ടോ വാങ്ങുന്നത്. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? പക്ഷെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വിശ്വാസവും ഉണ്ട്, ആരോഗ്യവും ഉണ്ട്, രണ്ടും നമുക്ക് കിട്ടും. ഈ കാണുന്നതാണ് സാർ മീനെ വളർത്തുന്ന കുളം. അതേപോലെ ഈ കാണുന്ന ഈ ഒരു പറമ്പും ഈ പാടം മൊത്തം സാറിൻ്റെതാണ്. ആ ഒരു വാഴത്തോട്ടവും അതേപോലെ ഇടയിലുള്ള ചാലും. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പഴയ കാല ആ ഒരു സ്ഥലത്ത് പോയ പോലെ ഒരു ഫീലാണ്. മണ്ണിന്റെ മണവും അതേപോലെ ആ ഒരു കൃഷി, ഇതൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. സത്യത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കർഷകരൊക്കെ അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് സ്വന്തമായി കൃഷി മാത്രമല്ല, നല്ല ഭക്ഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരും കൂടെയാണ്. റിയൽ ഹീറോസ് ഒരിക്കലും സെലിബ്രിറ്റീസ് അല്ല, ഇങ്ങനെ മണ്ണിനോടൊപ്പം ജീവിക്കുന്ന ആളുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് കൂടുതൽ അസുഖങ്ങൾ വരുന്നത് നമ്മൾ പുറത്തുനിന്ന് കെമിക്കൽസ് യൂസ് ചെയ്ത് കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ വാങ്ങി കഴിക്കുന്നതുകൊണ്ടാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ക്യാൻസർ ഉൾപ്പെടെ മാരക രോഗങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതേപോലെ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടെങ്കിൽ, വീട്ടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ആ ഒരു സൊസൈറ്റിക്ക് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ എപ്പോഴും പറ്റും. ഇവിടെ സാറ് ചെയ്യുന്ന കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഒരു തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എല്ലാം നാച്ചുറൽ ആയിട്ടാണ് വളരുന്നത്. പശുവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ചാണകവും കാര്യങ്ങളും അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളാണ് സാർ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ എനിക്കും എൻ്റെ ഫാമിലിക്കും വിശ്വസിച്ച് നന്നായിട്ട് കഴിക്കാം. ആരോഗ്യത്തിന് ഇതൊക്കെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കെമിക്കൽ നിറഞ്ഞിട്ടുള്ള ഈ ഫുഡും ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച് നമ്മൾ വെറുതെ എന്തിനാ ഈ മരുന്ന് വാങ്ങിച്ച് തിന്നുന്നത്? അതിനേക്കാൾ നല്ലത് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഇതേപോലത്തെ ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ എത്രമാത്രം നമ്മൾ സേഫ് ആയിട്ടിരിക്കാമോ അത് ശ്രമിക്കാം. സോ എല്ലാവരും വീട്ടിൽ ഇതേപോലെ ഒരു ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, വെജിറ്റബിൾ ഗാർഡൻ. വേറൊന്നും വേണ്ട, പയറ്, തക്കാളി, വെണ്ടയ്ക്ക, ഇതൊക്കെ എല്ലാവരും വീട്ടിലും വരുന്നതാണ്. പ്രത്യേകിച്ച് ഇതേപോലെ ചീര വളരാനും അതേപോലെ പരിപാലിക്കാനും എളുപ്പമാണ്. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള ചീര എല്ലാം സാറ് തന്നെ പറിച്ചിട്ട് അത് മണ്ണൊക്കെ കഴുകിക്കളഞ്ഞ് വാഴയുടെ നാരും ഉണ്ടേനെ കെട്ടിത്തന്നു. അങ്ങനെ അതും വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. ഇന്നെൻ്റെ വീട്ടിൽ എന്തായാലും ചീരത്തോരനായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.